പേരേ ഉള്ളൂ. ഇനി എത്ര പേര് ജോയിൻ ചെയ്യാനുണ്ട്? 4 പ്ലേയേഴ്സ് കൂടെ നമുക്ക് ജോയിൻ ചെയ്യാനുള്ളൂ. EC-യിൽ ഒരു പ്ലെയർ, RSS7-ലെ 3 പ്ലേയേഴ്സ്, 3 1 4. RSS7-ലെ 3 പ്ലേയേഴ്സും EC-യിൽ ഒരു പ്ലെയർ കൂടെ വന്നാൽ വി ആർ റെഡി ടു ഗോ. അളിയാ, അപ്പൊ നാളത്തെയും കൂടെ തൊണ്ട വെച്ചോ. കുഴപ്പമില്ല, നമ്മൾ വിചാരിക്കാതെ വരുന്ന ഒരു പ്രശ്നങ്ങളല്ലേ, അതില് ചെയ്തേ പറ്റൂ. നമുക്ക് ചെയ്തിട്ട് അളിയ, ഇത് കഴിഞ്ഞ് നിങ്ങളൊരു ചാരിറ്റി ടൂർണമെന്റ് നടക്കണം എന്റെ തൊണ്ട സർജറിക്ക്. ആൻഡ് RSS7-ലെ 2 പ്ലേയേഴ്സും കൂടി വരാനുണ്ട്. 2 പ്ലേയേഴ്സും. പിന്നെ ആരെയാണ്? പിന്നെ എവിടെയാ പോയത്? RSS7-ല് 2-ഉം EC-യിൽ 1. എന്നാലും 3 ഇതല്ല വരത്തുള്ളൂ. അല്ല, EC-യിൽ 2 പേര് പോയി. പ്ലീസ് ഫുൾ ഇന്ന് ബ്രോ. നന്ദ ബ്രോ ഫോണിൽ ചുമ്മാ നോക്കിയിരുന്നാൽ മതിയായിരിക്കും, പക്ഷെ കളിക്കുന്ന പ്ലേയേഴ്സിന്റെ ഒക്കെ സജഷൻ നോക്കണ്ടേ ബ്രോ? ഇത് നമ്മുടെ ടൂർണമെന്റ് സൈഡിൽ നിന്നോ ഹോസ്റ്റിംഗ് സൈഡിൽ നിന്നോ ഒന്നും വന്ന ഇഷ്യൂ അല്ല. ഇതൊരു ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് വന്നാൽ ഞങ്ങൾ ഇത് തീർക്കാൻ വേണ്ടിയിട്ടിരിക്കണേ. ഇന്ന് നമുക്ക് അവർ കളിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ, പ്ലേയേഴ്സ് കളിക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ ഞാൻ അവരടുത്ത് ഇങ്ങനെ പറയാൻ പറ്റുമോ? അവരടുത്ത് ഫൈനൽസും കൂടെ ആണ്. അത് 3+3 will be perfect. എല്ലാ ദിവസവും 2 മണി വരെയാണ് മാച്ച് ഉള്ളത്. 2 മണിക്കുള്ളിൽ നമുക്കിത് തീർക്കാൻ പറ്റും. 3+4 ഒന്നും വേണ്ട ബ്രോ. നാളെ 3+4 ഒന്നും വേണ്ട. 3+3 will be perfect. ഇന്ന് 3 മാച്ച്, നാളെ 3 മാച്ച്. അപ്പോൾ 3+2 എന്ന് പറഞ്ഞാൽ സെമി ഫൈനൽ ഡേ 1-ൽ 3 മാച്ചും അടുത്ത ദിവസം 2 മാച്ചും. അത് ബാലൻസ്ഡ് ആവില്ല. ആ ഒരു മൊമെന്റം കിട്ടത്തില്ല പ്ലേയേഴ്സിന്. 3+3 will be perfect. എടാ ഒന്ന് അപ്ഡേറ്റ് ചോദിക്കൂ. 12:05 ആവുന്നു. RSS7 9 ആരടിച്ചു പോയി? TV-യിൽ ഒരാള് പോയി. ഇത് എന്താണടാ ഒന്ന് പെട്ടെന്ന്. ഞാൻ പറയാം, നീല് ജുഗ്രു ഇറ്റാജി സ്നൈപ്പാണ് പോയത് ഒറ്റ നോട്ടത്തി. എടാ അതാണല്ലോ ലീഡറിന്റെ ഒരു ഇത്. അവർക്ക് ഒരു 5 മിനിറ്റ്സ് കൂടെ കൊടുക്കുമെന്ന് ചോദിക്കുന്നത്. 3 പേർക്ക് സെയിം ഇഷ്യൂ ആണ്. 12-10 ബ്രോ. അതിന് മുകളിലോട്ട് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല. 12-10. എന്നാ ചുക്ക് കാപ്പി കഴിക്കുന്നു കുടിക്കാതെ. ചിപ്സ് കഴിഞ്ഞ ഈഗിൾ. ഹലോ, RSS7-ൽ ഒരു 3 പേർക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഒരാളും കൂടി ഉള്ളു കയറാൻ. ബാക്കി എല്ലാവരും കയറി. ഓക്കെ, 12-10 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 12-10 എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. മറ്റേ ഇതാട്ടാ പറഞ്ഞിട്ടുള്ളേ. ഇന്ന് 2 മാച്ച്, ബാക്കി നാളേക്ക്. അങ്ങനെയല്ലേ? അതെ. ബാക്കി 3 മാച്ച്. അപ്പൊ നാളെ 3 മാച്ച് ഉണ്ടാവും. നാളെ 3 മാച്ച്. EC-യിലും TV-യിലും RSS7-ലും ഓരോരുത്തർ വെച്ച് കയറാനുണ്ട്. 3 പ്ലേയേഴ്സും കൂടെ ഉള്ളു നമുക്ക് കയറാം. പക്ഷെ 4 കാണിക്കും. 116 ഉള്ളല്ലോ. മാഫിയയിലും സ്നൈപ്പ് ഈ മാച്ച് ഉണ്ടാവില്ല. സ്നൈപ്പ് പോന്നു. സ്നൈപ്പ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്.
സ്നൈപ്പിൻ്റെ നെറ്റ് അടിച്ചു പോയിരിക്കുന്നു. മുച്ചിറി വിൽ ബി പ്ലേയിങ്. മുച്ചിരി ബോസ്. മുച്ചിറി പി സി ഓൺ ആക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കയറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് 12:10 വരെയാണ് സമയം. RC7 ഒരു പ്ലെയർ വന്നിട്ടില്ല, TV ഒരു പ്ലെയർ വന്നിട്ടില്ല, എൽ ക്ലാസിക്കോയിൽ ഒരു പ്ലെയർ വന്നിട്ടില്ല, മാഫിയയിലെ പ്ലെയർ തിരിച്ചെത്തി. 3 പ്ലേയേഴ്സും കൂടെ മാത്രം ബാക്കി. മാസ് റംബൂട്ടാൻ. സ്റ്റിൽ 3 ടീമിലും ഒരു പ്ലെയർ ഇല്ലാതെ തന്നെയാണ് ഇരിക്കുന്നത്. 2 മിനിറ്റ് കൂടി ബാക്കി. ടിക് ടിക്. ഇല്ലറല്ലേ ഇവന്മാർ. രണ്ട് മിനിറ്റ് കൂടെ ബാക്കി. 3 പ്ലേയേഴ്സ് ഇതുവരെ എത്തിയിട്ടില്ല. 3 പ്ലേയേഴ്സ് ഇതുവരെ എത്തിയിട്ടില്ല. RC7, TVA, അതുപോലെ തന്നെ എൽ ക്ലാസിക്കോ. ഹലോ ബ്രോ, ഒരു കളി തരുമോ? എന്താടാ ഫ്രെഡി? എക്സ്റ്റൻഷൻ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് ആ പ്ലെയറിന് ഒരു പ്ലെയറിന് സെയിം സാധനം തന്നെ എല്ലാം ചെയ്ത് നോക്കിയാണ് പറ്റില്ല. നല്ല ഡിലേ ആയി ഇപ്പൊ തന്നെ. നമുക്ക് 12:10 നമ്മൾ ഇത്രയും ടൈം കൊടുത്തല്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു 15 വരെ വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോ നമ്മുടെ നോക്കാൻ മതി. എന്തായാലും ഇന്ന് 2 മാച്ച് അല്ലല്ലോ, വേഗം തീർക്കാം. 12-15. ഓക്കെ, 12-15 ഫിക്സ് ആണെന്ന് പറഞ്ഞു. 12-15 ഫിക്സ് ആണെന്ന് പറയണം. ഒന്ന് ഇതിട്ട് ഒന്ന് ഇടുവോ? ഇന്ന് ഇത് ഇടുവോ? അല്ല, ഒന്ന് അനൗൺസ്മെന്റ് ഒന്നും ഇടുവോ? 12-15 എന്ത് ഇതാണെങ്കിലും 12-15 സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഗൈസ് 5M ഇഷ്യൂ ആണ്, എനിക്കറിയാം. എന്നാലും ഞാൻ പറയുവാണ്, ഇത് നമുക്ക് ഇങ്ങനെ ഡിലേ ആക്കിക്കൊണ്ട് പോയാൽ നടക്കില്ല. 12-15 ലാസ്റ്റ് ടൈം. അതിന് ആര് വന്നാലും ഇൻക്ലൂഡിങ് എന്റെ ടീമിൽ ഒരാൾ വരാണ്ടാ. പിന്നെ ഞാൻ ഈ കിടന്ന് ധൃതി പിടിക്കണ എന്തിനാന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോ. 12-15 ലാസ്റ്റ്. ഇനി 5 മിനിറ്റ് ബാക്കിയുണ്ട്. സോ 12-15 വിൽ ബി ദ ലാസ്റ്റ്. സ്റ്റിൽ 117 അസ്ല പ്ലെയർ വന്നു. മാസിലല്ല, RC7 2 പേര് പോയി. ഇപ്പം മാഫിയയിലെ പ്ലെയർ തിരിച്ചു വന്നു. TVയിൽ വന്നിട്ടില്ല, എൽ ക്ലാസിക്കോയിലും വന്നിട്ടില്ല. അവർ 4 പേരുമാണ് വരാനുള്ളത്. ഇനി RC7 2 പേര്, എൽ ക്ലാസിക്കോയിൽ ഒരാൾ, TVയിൽ ഒരാൾ. ഗേസ് ഇത് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓരോരുത്തർ ഇങ്ങനെ പലയിടത്ത് കത്തും. മനസ്സിലായോ? അതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാവരെയും നോക്കണ്ടേ? എല്ലാവരും കയറി, അതാണ് പ്രശ്നം. മുച്ചിരി എവിടെ? എനിക്ക് അറിഞ്ഞൂടാ ബ്രോ. ഞാൻ ഇവിടത്തെല്ലാം കയറാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ ഈ കാസ്റ്റിംഗ് ഇടയ്ക്ക് എനിക്ക് അത് പോയി നോക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് രണ്ടും കൂടെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും?
ഇല്ല ടി വിയിലെ പ്ലെയർ വന്നിട്ടില്ല ഇതുവരെ. മുച്ചിരി വന്നിട്ടില്ല. സബില്ലേ? സബുണ്ട്. സബ് മുച്ചിരിയാണ്. അതല്ല ബാക്കി ടീമിന്റെ കാര്യം ചോദിച്ചു. ആ RS7 സപ്ലൈസിന് തുടങ്ങടിക്കാൻ തരുമോ? ഇവനെ അടിക്കണേ. ഇവന്മാരെ എടുത്ത് കളയാട്ടോ ബ്ലാക്ക് സ്ക്വാഡിനെ കള്ളന്മാര്. നീ ഡബിൾ ക്ലിക്ക് ചെയ്താൽ വേറെ സ്ഥലത്തേക്ക്. മുച്ചിരി വന്നിരിക്കുന്നു. TV 10 പേരായിട്ടുണ്ട്. ഇവിടെ 2 പ്ലേയേഴ്സ് ജോയിൻ ചെയ്യാനുണ്ട്. 3 മിനിറ്റ് കൂടെ ബാക്കി. 3 മിനിറ്റ്. കേറാത്ത ടീമിന്റെ സബിന്റെ അടുത്ത് കയറി ഇരിക്കാൻ പറയാവോ? മെയിൻ ടൈം വരുമ്പോ ഇറങ്ങാൻ പറഞ്ഞ. അതെ 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 അതെ. ബാക്കി RS7 2 പേര് കയറാനുണ്ട് ഇനി. ഒരാളൂടെ കയറി. RS7 ഒരാളൂടെ ലാസ്റ്റ് മാൻ. ആൻഡ് EC ഒരാള്. 2 ടീമിൽ ഒരാൾ വെച്ച് കയറാനുള്ള സമയമാണ്. 2 മിനിറ്റ്. 12:15 നമുക്ക് തുടങ്ങിയാൽ പറ്റുള്ളൂ. അവരെ സബിന്റെ അടുത്ത് കയറി ഇരിക്കാൻ പറ. അപ്പം മെയിൻ ആൾ വരുമ്പോ ഇറങ്ങി കൊടുത്താ പോരെ. 2 മിനിറ്റ്. ലാസ്റ്റ് 2 മിനിറ്റ്. RS7 സബ് ഇല്ല ബ്രോ. നമ്മൾ ഇൻക്ലൂഡിങ് സപ്ലൈസ് 12 പേർക്കുള്ള സ്ലോട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത് അവര് രജിസ്റ്റർ ചെയ്യേണ്ട അവരുടെ റെസ്പോൺസിബിലിറ്റിയാ. ലാസ്റ്റ് മിനിറ്റ് നിങ്ങളിങ്ങനെ ബ്ലെയിം ഗെയിം കളിക്കല്ലേ കൈ. സത്യമായിട്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഇൻക്ലൂഡിങ് എൻ്റെ ടീം ഉണ്ടായിരുന്നു കയറാനുണ്ടായിരുന്നിട്ട് പോലും ഞാൻ ലാസ്റ്റ് ഫൈനൽ 5 മിനിറ്റ് പറഞ്ഞതാ. 2 മിനിറ്റ് കൂടെ ഉള്ളൂ നമുക്ക്. ഇത് എത്ര നേരം ഡിലേ ആക്കി കൊണ്ടുപോകും കൈസ്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അതുകൊണ്ടാ പ്ലീസ് മനസ്സിലാക്ക്. വേറെ ഒന്നും കൊണ്ടല്ല. ലാസ്റ്റ് 1 മിനിറ്റ്. RS7 9 പ്ലേയേഴ്സായി. ഒരാളൂടെ ഉള്ളു കയറാൻ. എൽ ക്ലാസിക്കോയിലും RS7ലും ഓരോരോ പ്ലെയർ വെച്ച് കയറാനുണ്ട്. ലാസ്റ്റ് 1 മിനിറ്റ്. നിങ്ങൾ ആ ഒരു രീതിയിൽ എടുക്കരുത്. നമ്മൾ ഒത്തിരി ഡിലേ ആയി. ഒത്തിരി പേര് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഈ ഫൈനൽസ് കാണാൻ. എടാ -പോയിന്റ് ആണ്. -പോയിന്റ് ആണ് നിങ്ങൾക്ക്. -പോയിന്റ് ആണ് നിനക്ക്. -പോയിന്റ് 100% -പോയിന്റ്. 10 -പോയിന്റ്. ഇനി 11 കില്ലെടുത്താലേ 1 പോയിന്റ് കിട്ടുള്ളേ. ഓക്കെ. RS7 10 പ്ലേയേഴ്സും വന്നിട്ടുണ്ട്. RS7 10 പ്ലേയേഴ്സും വന്നിട്ടുണ്ട്. ലാസ്റ്റ് EC മാത്രമാണ് ഒരു പ്ലെയർ ഇല്ലാത്തത്. ആൻഡ് നമുക്ക് നോക്കാം. RS7 10 പ്ലേയേഴ്സും ആയിട്ടുണ്ട്. 12-15. ഓക്കെ ഹിയർ വി ഗോ. 3 2 1 സ്റ്റാർട്ട്. ഇവിടെ ഇല്ലേ പക്കു ഇല്ലേ? സ്റ്റാർട്ട് ചെയ്തേ. പക്കുവിനെ വിളിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തേ. പക്കു എന്തി? ഹലോ. ഇനിയില്ല സ്റ്റാർട്ട് ചെയ്ത്. So here we go. Eagle Gaming X and ക്ലാഷ് ആയി. എല്ലാരും ക്രാഷ് ആയോ? ഇല്ല തിരിച്ചു കയറാൻ പറ്റും. ഈഗിൾ ബ്രോക്ക് തിരിച്ചു കയറാം. അഡ്മിൻസിനോട് ആരും കയറില്ലെന്ന് പറഞ്ഞ അഡ്മിൻസിനോട് ആരോട് ചെയ്യുന്നുണ്ടോടാ? ഇല്ല അത് വീണ്ടും ഇഷ്യൂ. മറ്റേ 5 ഇഷ്യൂ ആയി ഈഗിൾ ബ്രോ. ഒന്നും ചെയ്യാനില്ല. PL കയറി പിങ്കും കയറി ഈഗിൾ ബ്രോ. 23 PL ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഇന്നെന്തായാലും നടക്കൂല. ഒന്നും ചെയ്യാൻ പറ്റില്ല. 1000 പിങ്. 1000 പിങ്. പ്ലേയേഴ്സ് ഇപ്പോഴും ലോബിയിൽ നിൽക്കുക. മറ്റേ ഇതില് വേണ്ട. So guys, we are postponing the match. ഒന്നും ചെയ്യാനില്ല guys. ഞാൻ മനസ്സിലായിട്ടോ ഈഗിൾ ബ്രോ. നാളത്തേക്ക് മാറ്റിക്കോ. നാളത്തേക്ക് മാറ്റാം guys. നാളത്തേക്ക് മാറ്റാം. ഹലോ നാളത്തേക്ക് മാറ്റാം guys. ഇറങ്ങി
അതാ നല്ലത്, അതാ നല്ലത്, അതെ. ഇനി ഇത് ലേറ്റ് നൈറ്റ് ഇത്രയായിരുന്നു ഫിക്സ് ചെയ്ത് ഇവരെ എക്സോസ്റ്റഡ് ആക്കണ്ട ഗൈസ്. ഒന്നാമത് ഇപ്പൊ പ്ലേയേഴ്സ് എല്ലാം മൈൻഡ് ഫക്ക് ആയിട്ടുണ്ടാവും. ഒരു ഫൈനൽ കളിക്കുന്ന അറ്റ്മോസ്ഫിയർ അവർക്ക് ഉണ്ടാവില്ല. നാളെ ഇപ്പൊ 4 മാച്ച്. നാളെ ഇതേ ടൈം ആണോ ഈഗിൾ ബ്രോ? നാളെ നമുക്ക് ഇന്ന് പറഞ്ഞ ടൈമിൽ തുടങ്ങാം, 8:45. ഓക്കെ. ഒരു അനൗൺസ്മെന്റ് ഇട്ട് അവർ ഇറക്കിയല്ലോ. ഇട്ടേരെ. കൊറേ പേരൊക്കെ ഇറങ്ങി കേട്ടോ. ഇല്ല, ഇത് ഞാൻ മാച്ച് എൻഡ് ചെയ്തോളാം. ഉണ്ട്.